നമുക്ക് ഇന്ന് ലാങ്സ്റ്റൺ ഹ്യൂസിൻ്റെ താങ്ക് യു മാം എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് നോക്കുന്നത്. അതിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ ആൻഡ് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ആണ് നോക്കുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് രണ്ട് ക്യാരക്ടറാണ്, റോജറും അതുപോലെ മിസ് ലുവല്ല ബാച്ച് വാഷിങ്ടൺ ജോൺസും ആണ്. ഇവിടെ കാണുന്നതെന്ന് പറയുമ്പോൾ അവരൊരു ലാർജ് വുമൺ ആയിട്ടാണ് പറയുന്നത്. ഒരു വലിയൊരു വുമൺ ആണ്, ഒരു വലിയൊരു പേഴ്സണായിട്ട് അവർ ഒരു നൈറ്റ് 11 o'clock ആ ഒരു ടൈമിൽ എന്ത് ചെയ്യണം, അവർ റോഡിലൂടെ പോവുകയാണ്. അവരുടെ ബാഗ് എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്, ഹാമറും നെയിൽസും ഒഴിച്ചുള്ള ബാക്കി എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അവരിങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന വഴി എന്താണ് നമ്മുടെ ഒരു റോജർ അല്ലെങ്കിൽ ഒരു കുട്ടി എന്ത് ചെയ്യാണ്, വന്ന് അവളുടെ ബാഗ് തട്ടിപ്പറിക്കാൻ നോക്കുകയാണ്. എന്താണ് പക്ഷേ അബദ്ധത്തിൽ അവൻ്റെ ബാലൻസ് തെറ്റി അവൻ എന്ത് ചെയ്യുക, താഴെ വന്ന് വീഴുകയാണ്. ആ ഒരു എന്താണ് അവരുടെ ആ ഒരു ബാഗിൻ്റെ സ്ട്രാപ്പും പൊട്ടി അങ്ങ് വീഴുകയാണ്. പെട്ടെന്ന് തന്നെ ആ കുട്ടി എന്ത് ചെയ്യാണ്, ആ സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട്, വലിച്ചു പിടിക്കുകയും എന്താണ് അവനോട് തൻ്റെ ബാഗ് അല്ലെങ്കിൽ ആ ഒരു പോക്കറ്റ് ബുക്ക് ഇന്ന് എടുക്കാൻ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവന് കുറച്ച് ഒരു ബുദ്ധിമുട്ടായിപ്പോയി. കാരണം അവൻ മോഷ്ടിക്കാൻ വന്നിട്ട് അവനത് പറ്റിയില്ല എങ്കിൽ പോലും അവനത് എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എന്താ വുമൺ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇത് ചെയ്തത് എന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാനത് ഉദ്ദേശിച്ച് ചെയ്തതല്ല, ഞാനത് മോഷ്ടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് ചെയ്തതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാണ്, അവർ പറയുകയാണ് എന്താ, മിസ് ലുവല്ല ബാച്ച് പറയാൻ എന്താ, നീ കള്ളമാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം എന്താണ് കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, ഈ ഒരു സീൻ കാണുന്നുണ്ട്. ചില ആൾക്കാർ എന്താണ് അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വുമൺ ചോദിക്കുകയാണ്, ഞാൻ നിന്റെ ഈ ഷർട്ട് ലൂസ് ചെയ്ത് അപ്പോൾ പിടിച്ച് വെച്ചേക്കാണല്ലോ, അപ്പോൾ ഈ ഒരു ഷർട്ട് ലൂസ് ചെയ്ത് നീ ഓടിപ്പോവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റോജർ പറയുന്നുണ്ട്, യെസ് ഞാൻ ഓടിപ്പോവും. അപ്പോൾ അവർ പറയുന്നത്, എന്നാൽ നിന്നെ എന്ത് ചെയ്യുന്നില്ല, വിടുന്നില്ല. അപ്പോൾ അവൻ എന്തെങ്കിലും പതുക്കെ പിറുപിറുക്കാണ്, വിസ്പർ ചെയ്യുന്നത്, എന്താ സോറി ലേഡി, ഞാൻ എന്താണ് എന്നോട് ക്ഷമിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവർ പറയുന്നത് എന്താണ്, നിന്റെ ഫേസ് ഭയങ്കര ഡേർട്ടി ആണല്ലോ, എനിക്ക് നിന്റെ മുഖം ഒന്ന് വൃത്തിയായി കഴുകാനുള്ള ഒരു മനസ്സ് എനിക്ക് തോന്നുന്നുണ്ട്, നിന്റെ വീട്ടിൽ ആരും പറഞ്ഞു തരത്തില്ല മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്ന്. അവരതാണ് പറയുന്നത്. ഓക്കെ, അവരുടെ ബാഗ് മോഷ്ടിക്കാൻ വന്നൊരു കള്ളനായിട്ടല്ല അവർ കാണുന്നത്, പകരം അവൻ്റെ അപ്പിയറൻസ് നോക്കിയിട്ട് അതിന് നന്നായിട്ടിരിക്കണം എന്നൊരു ആഗ്രഹത്തിൽ അവർ സംസാരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, ഇല്ല. അപ്പോൾ അവർ പറയുന്നുണ്ട്, എന്താ എന്നാൽ ഞാൻ നിന്റെ ഫേസ് എന്താ വാഷ് ചെയ്ത് തരാമെന്നും പറഞ്ഞ് അവനെ വലിച്ചെടുത്തുകൊണ്ട് എന്താണ് പോവുകയാണ്. അപ്പോൾ അവനൊരു പേടിയുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം അവനൊരു കുഞ്ഞു കുട്ടിയാണ്, ഒരു 15-14 വയസ്സേ ഉള്ളൂ അവന്. അവൻ എന്താണ് വളരെ കുഞ്ഞു കുട്ടിയാണ്. അവന് പേടിയുണ്ട് ഇവൻ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പറയാൻ. പക്ഷെ ആ വുമൺ ഇവനെ കാണുന്ന ഒരു മകൻ്റെ സ്ഥാനത്താണ്. അവർ പറയുന്നുണ്ട്, എന്താണ് തെറ്റ് കാണിച്ച് ഞാൻ എന്ത് ചെയ്യും, ഞാനത് പറഞ്ഞു തരും, എനിക്ക് ശിക്ഷിക്കുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞു തരും എന്ന രീതിയിൽ എന്ത് ചെയ്യാണ്, കൊണ്ടുപോവാണ്. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഇടയ്ക്കൊക്കെ ആ കുട്ടി പേടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നൊന്നുമില്ല, എന്താണ് എനിക്കിത് എങ്ങനെയും എങ്ങനെ ഊരി തന്നാൽ മതി, എന്താണ് ഞാൻ ലൂസ് ചെയ്ത് വന്നാൽ എൻ്റെ ഷർട്ടൊന്ന് ലൂസാക്കി തന്നാൽ മതി, അവൻ എങ്ങനെയും അവിടെ രക്ഷപ്പെട്ടാൽ മതി എന്നാണ്. പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും വിടുന്നില്ല, അവനെയും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വലിയൊരു വീട്ടിലോട്ട് അവർ കയറുന്നുണ്ട്, ഡോർ എത്തുന്നുണ്ട്, അതുപോലെ ഹോൾ കഴിയുന്നുണ്ട്. ആ ഒരു വീട്ടിലോട്ട് കയറുമ്പോൾ എന്താണ്, അവിടെ ലൈറ്റൊക്കെ ഓണാക്കി കയറുന്ന സമയത്ത് ആ കുട്ടി എന്താണ് അപ്പുറത്തെ റൂമിൽ നിന്നുള്ള ആൾക്കാരുടെ ശബ്ദങ്ങളും അവർ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. ചില റൂംസൊക്കെ എന്താണ് ഓപ്പണായിട്ട് കിടക്കുന്നുണ്ട്, ചിലതൊക്കെ എന്താണ് അടച്ചിട്ടേക്കുന്നുണ്ട്. അതുകൊണ്ട് അവന് കുറച്ചൊരു ആശ്വാസമായി, കാരണം ആ ഒരു വീട്ടിൽ ഈ ഒരു വിമൺ ഒറ്റയ്ക്കല്ല എന്നവന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇവനെ വലിച്ചെടുത്തുകൊണ്ട് ഇപ്പം എന്താണ് ഈ സ്ത്രീ വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റോജർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഓക്കെ നീ വരിക, എന്താണ് നീ എന്താ സിങ്കിൻ്റെ അടുത്തോട്ട് വന്നിട്ട് എന്ത് ചെയ്യാൻ, എൻ്റെ മുഖം ഒന്ന് എന്ത് വാഷ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ ജസ്റ്റ് ഒന്ന് എന്താണ് ലൂസ് ചെയ്ത് വിടുന്നുണ്ട് മുഖം ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൻ സിങ്കിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവർ എന്ത് ചെയ്യാണ്, ഒരു ടൗലൊക്കെ കൊടുക്കുകയാണ്, കുറച്ച് ഹെൽപ്പ് ചെയ്യാണ് അവനെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ആ കുട്ടി ആ റോജർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ പോവാണോ, ജയിലിലോട്ട് അയക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. അയാൾ ആ ഒരു സിങ്കിലോട്ട് മുഖമൊക്കെ കുഞ്ഞിന് മുഖം കഴുകുന്ന ഇടയിൽ ചോദിക്കുകയാണ്. പക്ഷേ അവർ പറയുന്നുണ്ട്, എന്ത് ഇല്ല, ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു മുഖത്തോടെ നിന്നെ എന്തായാലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, കൊണ്ടുപോകുന്നില്ല. എന്നിട്ട് അവരെന്ത് ചെയ്യണം, അവരുടെ കാര്യങ്ങളിലോട്ട് അവരെന്ത് ചെയ്യുക, ബിസി ആവണം. അവർ വീട്ടിൽ വന്ന് അവർ രാത്രി ആയില്ലേ, അവർ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാനുള്ളൊരു തന്ത്രപ്പാടിലാണ്. അപ്പോൾ ഇവനോട് ചോദിക്കുന്നുണ്ട്, നീ സപ്പർ വല്ല ഫുഡ് കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരോ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം റോജർ പറയുന്നുണ്ട്, എന്താണ് എൻ്റെ വീട്ടിൽ ആരുമില്ല. അപ്പോൾ ഈ സ്ത്രീ പറയുന്നുണ്ട്, എന്താ നമുക്ക് എന്ത് ചെയ്യാം, കഴിക്കാം, ഞാൻ വിശ്വസിക്കുന്നു നിനക്ക് നല്ല വിശപ്പുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കുന്നു, അതുകൊണ്ടാണല്ലോ നീ എൻ്റെ പോക്കറ്റ് ബുക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സ് എന്ത് ചെയ്തത് അടിച്ചു മാറ്റാൻ ശ്രമിച്ചത് എന്ന് ചോദിക്കാം. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്, അവൻ്റെ ഉദ്ദേശം അവൻ പറയാണ്, എന്താ അവന് വേണ്ടത് ഒരു എന്താ സ്വാഡ് ഷൂസാണ് അവർക്ക് വേണ്ടത്. ആ പ്രൊനൗൺസ് ചെയ്യുന്നതും ആ ഒരു സ്പെല്ലിങ്ങും മിസ്റ്റേക്ക് അല്ല, രണ്ടും വ്യത്യസ്തമാണ്. SUEDE ആണ്, സ്വാഡ് എന്നാണ് എന്ത് ചെയ്യുന്നത് പറയേണ്ടത്. അപ്പം ഈ സ്വാഡ് ഷൂസിന് വേണ്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്തത്, ഈ ഒരു ബാഗ് തട്ടിപ്പറിക്കാൻ നോക്കിയതാണ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ത്രീ പറയുന്നുണ്ട്, നിനക്കിത് തട്ടിപ്പറിച്ചെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നിനക്ക് ആ ഒരു ഷൂ കിട്ടണം എന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു എന്താണ്, അവനിങ്ങനെ ഡോറൊക്കെ ഓപ്പൺ ആയി കിടക്കുന്ന അവൻ കാണുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിലൊരു ഫ്രണ്ട്ലി സംസാരമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് മനസ്സിലാവുന്നുണ്ട്. ഡോറൊക്കെ തുറന്നെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ടെന്ന്, ഓടിപ്പോയാൽ ഇവിടെ രക്ഷപ്പെട്ടു പോയാലോ എന്നുള്ളൊരു ചിന്തയൊക്കെ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അത് സെയിം ടൈം എന്ത് ചെയ്യാണ്, അവർ കുറച്ച് അവരുടെ കാര്യങ്ങൾ പറയുന്നത്, അവരും വളരെ കുഞ്ഞായിരുന്ന സമയത്ത് അവർക്കും എന്താണ് കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടാത്ത കുറേ കാര്യങ്ങൾ അവർക്കും വേണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവരിങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് റോജർ ഒന്ന് അന്താളിച്ച് നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ സാധാരണ ഇങ്ങനെ ഒരാൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ, എനിക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ വേണമായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെയൊന്നും മോഷ്ടിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയാൻ പോകുന്നത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സെയിം അതാണ് റോജറും പ്രതീക്ഷിക്കുന്നത്, ഈ സ്ത്രീ പറയുന്നതും അതാണ്, നീ അതായിരിക്കും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ ആരുടെയും ബാഗൊന്നും വീട്ടിൽ അടിച്ചു മാറ്റിയിട്ടൊന്നുമില്ല.
അതുപോലെ ഞാൻ എൻ്റെ ആ ഒരു പ്രായത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നിന്നോടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ ദൈവത്തിന് അത് അറിയാമെങ്കിൽ ഓക്കെ, ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ ദൈവത്തിന് അത് അറിയത്തില്ലെങ്കിൽ ഞാൻ ദൈവത്തോടും എന്ത് ചെയ്യുന്നില്ല, പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അവർ ഫുഡ് കഴിക്കുകയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ മുടിയൊക്കെ നല്ല വൃത്തിയാക്കി കോംബ് ചെയ്ത് നല്ല പ്രസൻറ്റബിൾ ആക്കി നല്ല ഭംഗിയായിട്ടൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അവരും അവരുടെ കുഞ്ഞുനാളിൽ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, അവരത് പുറത്തൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താ കാണുന്നത് നമുക്ക്, അങ്ങനെ അവർക്കിടയിൽ എന്താണ് ഒരു ഫ്രണ്ട്ലി സംസാരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവനൊന്ന് കൂളാവുന്നുണ്ട്. പിന്നെ എന്താ, അവൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഡോറൊക്കെ തുറന്ന് നടക്കുകയാണ്. അപ്പോൾ ഇവൻ ഇവിടെ നിന്ന് ഓടിപ്പോകുമോ എന്നൊരു തോട്ട് ആ സ്ത്രീക്ക് വരരുത് എന്നൊരു നിർബന്ധം ഇവന് വരികയാണ്. കാരണം അവൻ അവിടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം എന്നൊരു ആഗ്രഹം വരികയാണ്. അപ്പോൾ ഇവനിങ്ങനെ ചോദിക്കുന്നുണ്ട്, സ്റ്റോറിൽ പോകണോ, മിൽക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേടിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിമൻ റിപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, വേണ്ട, എനിക്ക് ആവശ്യത്തിനുള്ള എന്താണ് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ്, ഞാനൊരു കൊക്കോ ഉണ്ടാക്കാൻ പോവാണ്, എന്താ നിനക്ക് വേണമെങ്കിൽ നീ എന്ത് ചെയ്യുക, പോയി ജസ്റ്റ് മേടിച്ചിട്ട് വാ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഹാമും ലിമ ബീൻസും ഒക്കെ എന്ത് ചെയ്യാണ്, ചൂടാക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്താണ് ഇപ്പോൾ അവനെന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യണം, ഞാൻ ഇനി തെറ്റൊന്നും ചെയ്യത്തില്ല എന്നെ വിശ്വസിക്കാമെന്ന രീതിയിലൊക്കെ ബിഹേവ് ചെയ്യണം എന്നുണ്ട്. പക്ഷെ അതിനൊരു അവസരം അവിടെ കിട്ടുന്നില്ല. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്, ഇവൻ്റെ കാര്യങ്ങളൊന്നും ചോദിക്കാതെ അവരുടെ ലൈഫിനെ പറ്റിയിട്ടും അവർ ജോലി ചെയ്യുന്ന ഒരു ഹോട്ടൽ ബ്യൂട്ടി ഷോപ്പിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അത് വളരെ ലേറ്റ് ആയിട്ടാണ് ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവനെ പറ്റിയിട്ടൊന്നും ചോദിക്കുന്നില്ല. പിന്നെ അവൻ കുറച്ച് കേക്ക് കൊടുക്കുന്നുണ്ട്, 10 സെൻറ്റ് കേക്ക്, 10 സെൻറ്റിൻ്റെ വിലയുള്ള ഒരു കേക്കിൻ്റെ പീസൊക്കെ ഇവന് കൊടുക്കുന്നുണ്ട് ഈ വിമൺ. എന്നിട്ട് എന്താണ്, കുറച്ചുകൂടി കഴിക്കും മകനെ എന്ന് പറഞ്ഞ് എന്താണ് അവനെ കഴിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം എന്താണ്, ഇതെല്ലാം ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം അവൻ്റെ കയ്യിൽ ഒരു $10 കൊടുക്കുകയും എന്നിട്ട് പറയാൻ, എന്താണ്, ഇത് ഉപയോഗിച്ച് നീ എന്ത് ചെയ്യാൻ, നിൻ്റെ സ്വെറ്റ് ഷൂസ് എന്ത് ചെയ്യാൻ നീ മേടിക്കുക, ബ്ലൂ കളർ. അതുപോലെ നെക്സ്റ്റ് ടൈമിൽ എന്ത് ചെയ്യാം, നീ ഈ ഒരു തെറ്റ് ചെയ്യരുത്. ആദ്യം എന്താണ്, ഇവൻ ഈ ഒരു മോഷ്ടിക്കാൻ ശ്രമിച്ച ടൈമിൽ അവനെ ഉപദേശിക്കുകയൊന്നും ചെയ്തില്ല. അതാണ് നേരത്തെ എന്ത് ചെയ്തത്, അവൻ്റെ മുഖം ആ സ്ത്രീ പറഞ്ഞല്ലോ, ഞാനും കുഞ്ഞിലെ എന്താണ്, എനിക്കും ഇതുപോലെ കുറേ സാധനങ്ങൾ വേണമെന്നുണ്ടായിരുന്നു, ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്തും സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കേണ്ടത് എന്താണ്, അങ്ങനെയൊന്നും ചെയ്തുകൂടെ മകനെ എന്ന് പറയേണ്ടതാണ്, ഒരു മോട്ടിവേഷനാണ്. പക്ഷേ ആ സ്ത്രീ അങ്ങനെയൊന്നും ചെയ്തില്ല. ആ സ്ത്രീ എന്താണ്, ഒരു കാഷ്വലായിട്ട് എന്ത് ചെയ്തു, പറഞ്ഞങ്ങ് പോയി. നീ ചെയ്യണമെന്നും അല്ലെങ്കിൽ ചെയ്യണ്ട എന്നും ഒന്നും പറഞ്ഞില്ല അവിടെ. പക്ഷേ ലാസ്റ്റ് നമ്മുടെ ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്ന സമയത്ത്, ആ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ അവൻ അവിടെ നിന്ന് ഇറങ്ങുന്ന ആവുന്ന ടൈമിൽ എന്താണ്, ഈ സ്ത്രീ എന്ത് ചെയ്യാണ്, കുറച്ച് പൈസ $10 കൊടുത്തിട്ട് പറയുന്നുണ്ട്, നീ അങ്ങനെ ചെയ്യരുത്, കാരണം നമ്മൾ ഈ തെറ്റായ രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, തെറ്റായ അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. ഇവിടെ ഡെബ്ലിഷ് പറയുന്നുണ്ട്, ബിക്കോസ് ഷൂസ് കം ബൈ ഡെബ്ലിഷ് ലൈക്ക് ദാറ്റ് വിൽ ബേൺ യുവർ ഫീറ്റ്. അതെന്താണ്, തെറ്റായിട്ടുള്ള കാര്യം, പൈശാചികമായിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിന്റെ ദൈവം നിനക്ക് നല്ലതൊന്നും വരുത്തത്തില്ല. എന്നിട്ട് എന്ന് പറഞ്ഞാൽ അവരെന്ത് അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നീ നല്ല കുട്ടിയായിട്ട് നീ നല്ല പോലെ ബിഹേവ് ചെയ്യും എന്ന രീതിക്ക് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. എന്നിട്ട് എന്താണ്, ഡോർ തുറന്ന് കൊടുക്കണം, ഫ്രണ്ട് ഹാളിലെ ഡോർ തുറന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്, നീ ആയിട്ട് ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ സ്ത്രീ എന്താണ്, ആ ഒരു സ്ട്രീറ്റിലോട്ട് മുഖം ഉയർത്തി നോക്കുകയാണ്. കാരണം അവൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അവൻ അവിടെ നിന്ന് പോകാനുള്ള സമയമായി എന്നതാണ്. ആ സമയത്ത് ഈ റോജർ എന്താണ്, എന്തെങ്കിലും താങ്ക് യു മാം എന്നതിലുപരി എന്തെങ്കിലും എക്സ്ട്രാ പറയണമെന്നുണ്ട്. പക്ഷേ അവനെ കൊണ്ട് അത് കഴിയുന്നില്ല. അവൻ എന്ത് ചെയ്യാണ്, അവൻ ജസ്റ്റ് താങ്ക് യു മാത്രം പറഞ്ഞ് അവൻ എന്ത് ചെയ്യാണ്, പോവുകയാണ്. ആ ഡോർ എന്ത് ചെയ്യാണ്, അടക്കുകയാണ് അവിടെ. അതിനുശേഷം പിന്നെ അവൻ എന്ത് ചെയ്യുന്നില്ല, പിന്നെ ആ സ്ത്രീയെ കാണുന്നില്ല. ഇത് വെച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു പാഠം നമുക്ക് പഠിക്കാനുള്ള ഒരു എക്സാമിൽ പഠിക്കാനുള്ള പാഠം നിൽക്കുന്നത് ഇവിടെ വെച്ചാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താ, എക്സാമിന് എഴുതുമ്പോഴത്തേക്ക് ഫസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു പാഠത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ ഓതറിനെ പറ്റി, നമ്മുടെ റൈറ്ററിനെ പറ്റി കുറച്ച് എഴുതി, ഒരു പാരഗ്രാഫ് എഴുതിയിട്ട് എന്താണ് ഈ കഥ എന്ന രീതിക്കൊന്ന് സമ്മപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണോ ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്ത് ചെയ്യുക, എഴുതിയോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇത് നമുക്ക് ടൈറ്റിൽ സിഗ്നിഫിക്കൻസും കൂടെ നോക്കാം. അതും എന്താണ്, വളരെ നമ്മുടെ എക്സാമിന് അല്ലെങ്കിൽ നമ്മുടെ എക്സാം മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ആ ഒരു താങ്ക് യു മാം എന്ന് പറയുന്ന ഒരു ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് ഇനി നോക്കുന്നത്. അവിടെ നമുക്ക് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന തീം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡും അതുപോലെ കൈൻഡ്നെസ്സുമാണ്. നമ്മുടെ ഈ ഒരു സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് റോജർ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു വുമൻ്റെ ബാഗ് അല്ലെങ്കിൽ പേഴ്സും സ്റ്റീൽ ചെയ്യാൻ അല്ലെങ്കിൽ മോഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നതും ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മയും അല്ലെങ്കിൽ ഒരു നല്ലൊരു മോറൽ വാല്യൂസ് ഒന്നും ഇല്ലായ്മയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അവിടെ എന്താണ്, സാധാരണ അവനെ പണിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് പോലീസ് ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അവനെ അടിക്കുകയോ ബീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നതിന് പകരം അവിടെ നമ്മുടെ മിസ്സസ് ജോൺ ചെയ്ത കാര്യം, അവൻ എന്ത് ചെയ്യണം, അവനെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കുകയും അവനെ എന്താണ്, അവൻ്റെ മനസ്സ് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഒരു ബിഹേവിയറിലൂടെ അവൻ്റെ മനസ്സിലൊരു ഗിൽറ്റ് ഉണ്ടാക്കുകയും നല്ലൊരു സ്വഭാവത്തിന് ഉടമയാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കാണാൻ പറ്റുന്നുണ്ട്, ആ ഒരു റോജറിൻ്റെ ഉള്ളിൽ ആ ഒരു എന്താണ് കൈൻഡ്നെസ്സും അതുപോലെ ആ സ്ത്രീയോടും താങ്ക് യു എന്നതുപരി വളരെ നല്ല രീതിക്ക് മനസ്സ് തുറന്ന് എന്തൊക്കെയോ സംസാരിക്കണം, തൻ്റെ ഒരു മനോഭാവം അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ മാറ്റിയെടുത്ത് അതിൽ ഒരു നന്ദി രേഖപ്പെടുത്തണം എന്ന രീതിയിൽ അവൻ്റെ മനസ്സ് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു താങ്ക് യു മാം എന്നത് ജസ്റ്റ് ഒരു വേർഡ് മാത്രമല്ല, അതിനുള്ളിൽ ഒരുപാട് ഇന്നർ മീനിങ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു മനസ്സിൻ്റെ ഒരു ചേഞ്ചിങ് ഓഫ് ഹിസ് ഹേർട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു കൈൻഡ്നെസ്സും സിംപ്ലിസിറ്റി ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഒരാളുടെ ലൈഫ് എന്താണ്, അവിടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, എക്സ്ട്രീംലി എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫോം ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇനി ഫർദർ എന്തെങ്കിലും നോട്ട്സ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു.